ചില പ്രത്യേകതര കമൻറ്റ് ഓളികൾക്കും അക്ബർ ഹേറ്റേഴ്സിനുള്ള ഒരു മറുപടിയാണ്. അക്ബർ ഒരു ദിവസം കൺഫഷൻ റൂമിൽ പോയിട്ട് ഉമ്മയോട് സംസാരിക്കണുണ്ടായിരുന്നു. അക്ബറിനോട് ഉമ്മ പറയുന്നത് ആദിലയോടും നോറയോടും സംസാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എന്നുള്ള രീതിയിൽ അങ്ങനെ കുറേ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. കമൻസിലൊക്കെ വന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. പറയാത്ത കാര്യങ്ങൾ ഇങ്ങനെ കള്ളമടിച്ചങ്ങ് പുറത്ത് വിടുക. പുള്ളിക്കാരൻ്റെ ഉമ്മ വന്നിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നുണ്ട്. ലാലേട്ട ഇന്ന് ലക്ഷ്മി അതങ്ങ് എടുത്തിടാൻ നോക്കി കേട്ടാ. അത് നൈസായിട്ട് ലാലയുടെ പൊളിച്ച് അഴുകി കൊടുത്തിട്ടാണ്. അതുപോലെ അക്ബർ കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ട്. എക്സ്പ്ലനേഷൻ ഇപ്പോൾ ഉമ്മ സോഷ്യൽ മീഡിയയിൽ ഇട്ടുണ്ട്. പ്രിയപ്പെട്ട ബിഗ് ബോസ് പ്രേക്ഷകരെ, ഞാൻ അക്ബറിന്റെ ഉമ്മയാണ്. ഞാൻ ഈ വീഡിയോയിൽ വരാൻ കാരണം, ഞാൻ എൻ്റെ മോനക്ക് ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവന് കുറച്ച് ദേഷ്യം കൂടിയ സമയത്തായിരുന്നു ഞാൻ അവനക്ക് വിളിച്ചത്. അപ്പോൾ അതൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരോടും കൂട്ടുകൂടി കളിക്കേണ്ടെന്ന്. അത് ഇപ്പോൾ ആദിലോടും നൂറാടും കൂട്ടുകൂടിയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ് വന്നുള്ളത്. അതെങ്ങനെ അങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ഇന്ന് ലാലേട്ടന്റെ എപ്പിസോഡ് കണ്ടപ്പോഴാണ് മനസ്സിലായത് പ്രേക്ഷകർ ഇപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നുള്ളത്. കാരണം വയൽക്കാടിൽ നിന്ന് കയറി ചെന്ന ലക്ഷ്മി അടക്കം ഇന്ന് ലാലേട്ടനോട് പറഞ്ഞു അക്ബറിന്റെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു വോയിസ് വന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പ്രേക്ഷകർ അങ്ങനെ തെറ്റിദ്ധരിച്ചിരുന്നത്. ആ തെറ്റിദ്ധാരണ മാറ്റാനാണ് ഇതിൽ വീഡിയോകൾ വന്നത്. ഞാൻ ആ മക്കളിനെ എൻ്റെ അക്ബറിന്റെ പോലെ ഞാൻ കണക്കാക്കിയുള്ളത്. എനിക്ക് അക്ബർ വേറെ, ആ മക്കള് വേറെ ഞാൻ കണക്കാക്കിയിട്ടില്ല. അവരിനി ബിഗ് ബോസ് ഷോ കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ മോൻ്റെ കൂടെ അവർ എൻ്റെ വീട്ടിലേക്ക് വരുന്ന വിശ്വസിച്ചിരിക്കുന്ന ആളാണ് ഞാൻ എല്ലാവരും സ്നേഹിക്കാനേ പഠിച്ചിട്ടുള്ളൂ. എൻ്റെ മോന് ഞാൻ അതാ പഠിപ്പിച്ചിട്ടുള്ളൂ, എല്ലാവരും സ്നേഹിക്കാൻ. എല്ലാവരും സ്നേഹിക്കുക, എനിക്ക് അത്രേ പറയാനുള്ളൂ.